ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഞങ്ങളിത് അടുത്ത ഷോപ്പിങ്ങിനായിട്ട് പോകണം. ഇപ്പം നമ്മുടെ ഷോപ്പിംഗ് ഒന്നും ശരിക്കും പറഞ്ഞാൽ ആരംഭിച്ചിട്ടില്ല. എനിക്കുള്ള ഷോപ്പിംഗ് മാത്രമേ ചെയ്തതുള്ളൂ. അഞ്ജുവിനും കുറച്ച് ചെയ്തു. പക്ഷെ ഇന്ന് നമ്മൾ ഇനി നാട്ടിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് പോകണം. ഞാനും ചേട്ടനും മാത്രം പോണേ. ശരിക്കും പറഞ്ഞാൽ ഒരു 6:15 ആവുന്ന സമയത്തൊട്ട് നമ്മൾ ഇറങ്ങുന്നത്. കാരണം ഈ നേരം വരെ ഭയങ്കര ചൂടും വെയിലൊക്കെ ആയിരുന്നു. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അതേപോലത്തെ ഒരു ചൂടൊക്കെ ആയിരുന്നു. അപ്പോൾ അത് തന്നെ കൊണ്ട് നന്നായിട്ട് ഇന്ന് വെയിലൊക്കെ മാറിയിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ നിന്താ. അപ്പോൾ ഈ പോയിട്ട് നമുക്ക് 7:30-8 മണിയോടുകൂടി തിരിച്ചെത്തണം. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ഷോപ്പിംഗ് ഇന്ന് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പറ്റുന്ന അത്രയും ചെയ്ത് വേഗത്തിൽ പോരണം. അപ്പോൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങണം. ചേട്ടൻ റെഡി ആവണം. ചേട്ടൻ റെഡി ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകണം. അഞ്ജു വരുന്നില്ല. അഞ്ജു വീട്ടിൽ നിന്ന് അഞ്ജുവിൻ്റെ ഹോംവർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ ഇന്നത്തെ എല്ലാ ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം. ഇന്ന് ഞങ്ങൾ 2 വീലറിന് കേട്ടോ പോകുന്നത് മാർക്കറ്റിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വഴിയിൽ നിന്ന് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇതാ ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ 1-2 ചുരിദാർ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു ടോയ് ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ടോയ് ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗിഫ്റ്റ് ഷോപ്പാണ്. ഇവിടുന്ന് നമുക്ക് എല്ലാ തരത്തിലുള്ള ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം വാങ്ങിക്കാം. അപ്പോൾ ഇവിടുന്ന് കുട്ടിപ്പട്ടാളങ്ങൾക്കുള്ളതൊക്കെ നോക്കണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇവിടേക്ക് കയറിയിരിക്കുന്നത്. ഇവിടെ ഒരുവിധം നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നോക്കാം, എന്തെങ്കിലും കൊച്ചു കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ അതൊക്കെ നോക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. കേരളത്തിലാട്ടോ. നമ്മൾ കേരളത്തിലെത്തിയെങ്കിലും ഞങ്ങളുടെ ഉത്തർപ്രദേശ് വീഡിയോ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. നമ്മുടെ ഷോപ്പിങ്ങും അതുപോലെ തന്നെ പാക്കിങ് കാര്യങ്ങളെല്ലാം വീഡിയോസ് പെൻഡിങ് ആണ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കേരളത്തിലത്തെ വീഡിയോസ് കാണിക്കുന്നുള്ളൂ കേട്ടോ. എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഇടയ്ക്കൊക്കെ ഞാൻ ഷോർട്സൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ കുട്ടികൾക്കുള്ള ഓരോ ഐറ്റംസ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവരിങ്ങനെ ടോയ്സ് കാണിച്ചാൽ ഞങ്ങൾക്കിതായി ഹെലികോപ്റ്റർ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഹെലികോപ്റ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുട്ടികൾക്ക് സ്കൂളിലേക്കും കൂടെ യൂസ് ചെയ്യാവുന്ന ഐറ്റംസൊക്കെ എടുക്കണമെങ്കിൽ അവർക്ക് കൂടുതൽ നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതാ പെൻസിൽ ബോക്സ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് പെൻസിൽ ബോക്സ് നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് അവരുടെ സ്റ്റഡി ലൈഫിലും കൂടെ ഉപകരിക്കുന്ന ഐറ്റം ആയതുകൊണ്ട് ഇതന്നെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് ഒരെണ്ണെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് നോക്കുന്നത് ടിഫിൻ ബോക്സ് ആണ്. അപ്പോൾ ടിഫിൻ ബോക്സ് ആയാലും അവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാവുന്ന ഐറ്റമാണ്. അപ്പോൾ അങ്ങനെ ടിഫിൻ ബോക്സും ഓരോന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഫുഡൊക്കെ ചൂടോടുകൂടി ഇരിക്കുന്നതൊക്കെ ആണെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഹോട്ട് ടിഫിൻ ബോക്സ് ആട്ടോ നോക്കുന്നത്. അവരതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ടൈപ്പ് നോക്കി നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരുവിധ ഐറ്റംസ് എല്ലാം കുട്ടിപ്പട്ടാളങ്ങൾക്ക് എടുക്കേണ്ട ഐറ്റംസ് എല്ലാം ഈ ഏരിയയിൽ നിന്ന് എടുത്തു കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ തന്നെ ഗിഫ്റ്റ് പാക്കിങ്ങിനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല അടിപൊളിയായിട്ട് ഗിഫ്റ്റ് പോലെ തന്നെ പാക്ക് ചെയ്തൊക്കെ നമുക്ക് തരും. അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും പേരെഴുതി വെക്കുന്നുണ്ട് നമ്മൾ ഓരോ ബോക്സുമേ. അതിനുശേഷം പിന്നെ നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫാമിലി ഐറ്റംസ് ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആങ്ങളയുടെ ബർത്ത്ഡേ ആയിരുന്നു മെയ് 14. അപ്പോൾ എന്തെങ്കിലും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ചെറുത് എന്തെങ്കിലും ഒരു ഐറ്റം കൊടുക്കാമെന്ന് വിചാരിച്ച് അത് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതാവുമ്പോൾ വീട്ടിലേക്കും കൂടെ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഐറ്റം നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഗിഫ്റ്റ് എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു. പിന്നെ എനിക്ക് ലൈനിങ് ക്ലോത്തും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു ബ്ലൗസിന്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതാ വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോഴേക്കും സമയം നോക്കിയാൽ 9 മണി കഴിഞ്ഞു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അധികം ടൈമൊന്നും കിട്ടിയില്ല. നമ്മളിവിടുന്ന് വൈകിയാണ് പോയത്. ചേട്ടന് സ്കൂളിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ നിന്നുകൊണ്ട് കുറച്ച് വൈകിയത്. അപ്പോൾ ഇനി അടുത്ത ഷോപ്പിങ്ങിനായിട്ട് കുറച്ച് നേരത്തെ പോകണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ചുരിദാർ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും നോക്കാനൊന്നും പറ്റിയില്ല. മറ്റ് കുട്ടികൾക്കൊക്കെ എടുക്കേണ്ട ഐറ്റംസ് അങ്ങനത്തെയൊക്കെ എടുത്തു. ടോയ്സ് കാര്യങ്ങളെല്ലാം അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ. പിന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം എടുത്ത സാരിയുടെ ബ്ലൗസ് പീസൊക്കെ എടുക്കണമായിരുന്നു. ബ്ലൗസ് പീസ് അല്ല, ലൈനിങ് തുണി കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെയൊക്കെ എടുക്കേണ്ടതും സാരി ഫോൾ വാങ്ങിക്കേണ്ട അങ്ങനത്തെയൊക്കെ കേസുകളൊക്കെ ഇന്ന് തീർത്തു. ഇനിയുള്ള ഷോപ്പിംഗ് അടുത്ത ദിവസങ്ങളിലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ പയ്യെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.